പനി പിടിച്ച ശേഷം അടുക്കളയിൽ കയറുക പറഞ്ഞാൽ നല്ല മടി തോന്നുന്നുണ്ട്. ഒന്നാമത് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ എണിക്കുന്നത്. 4:45 എണിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇന്നും ഞാൻ എണിച്ചത് 5:45. അതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ ചോറ്റിനുള്ള അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ വൈകുന്നേരം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. മോൾക്ക് സ്കൂളിലേക്ക് ഉപ്പേരി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേ ചായ എടുത്തു. പിന്നെ അതേ കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സൊസൈറ്റിയിലാണ് കേട്ടോ പാല് വാങ്ങുന്നത്. പാക്കറ്റ് പാലിൽ ചായ കുടിച്ച് വെച്ച് നല്ലൊരു കഫക്കെട്ടും എനിക്ക് ഛർദ്ദിക്കാൻ പറ്റുന്ന പോലെ തോന്നും. മോനാണെങ്കിൽ ആ ചായ കുടിച്ച് ഛർദ്ദിക്കുക. പിന്നെ ഇത് ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു സബോള, ഒരു തക്കാളി എല്ലാം ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായി വെന്ത ശേഷം അതിനെ ഒന്ന് താളിക്കുക. അതിനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിയ ശേഷം അതിലേക്ക് ചെറിയുള്ളി ഇട്ടൊന്ന് മൂത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരുപാട് നേരം വെക്കുന്നില്ല. ഇൻഡാലിയൻ ചട്ടിയാണ്, വെള്ളം വറ്റിപ്പോവും. അങ്ങനെ ഞാൻ വേഗം ഓഫാക്കി. പിന്നെ ഒരു പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പനിയൊക്കെ പിടിച്ചത് കാരണം എനിക്ക് എന്തോ വായിക്കൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ തേങ്ങയൊന്നും ഇടാണ്ട് ഒരു പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇത് പരിപ്പ് വേകാൻ വെച്ചു. അതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നൈബർ നമുക്ക് ദീപാവലി സ്വീറ്റ്സ് കൊണ്ടുവന്നു. ഒരു നാട്ടിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ സ്വീറ്റ്സ് എല്ലാം നിറയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇത് എണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണ്ണ ബോട്ടിലേക്ക് ഒഴിച്ചു വിട്ടു. ഒഴിച്ച് വെച്ചു. അപ്പോഴേക്കും പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങൊന്നും ഇടുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഒരെണ്ണം ഞാൻ ഇട്ടു. പിന്നെ 2 പച്ചമുളകെല്ലാം കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കല്ലുപ്പെല്ലാം ഇട്ടുകൊണ്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ പുളിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുളിവെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുത്തു. എന്നിട്ട് 2 വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ടു. ഇത് താളിച്ച് ഒഴിച്ചത് വീഡിയോ അതിൽ സ്കിപ്പായി പോയി. രാവിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പത്തിരിയാണ്. അപ്പോൾ അതിന് ഞാൻ പാലും പഴവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാലക്കാടുകാരൻ്റെ സ്പെഷ്യലാണ് ഇത് വന്നിട്ട്. ഇതിൽ ചെറുപഴവും തേങ്ങപ്പാൽ, പഞ്ചസാര ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഞങ്ങളത് റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നിത്തിരി ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഇന്ന് ബുധനാഴ്ചയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. പിന്നെ ഓട്ടോ എത്താനായപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സ്പെഷ്യൽ യൂണിഫോം ആണെന്ന്. പിന്നെ അങ്ങനെ വീട്ടിൽ വന്ന് മോള് വേഗമൊക്കെ ഡ്രസ്സെല്ലാം മാറ്റി മോള് പോയി. പിന്നെ രാവിലത്തെ ഫുഡെല്ലാം ഞാൻ കഴിച്ചു. പിന്നെ വേഗം ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വേഗം ഒന്ന് തുടച്ചൊക്കെ വിട്ടു. പിന്നെ ഗ്യാസൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടി വന്നു. എനിക്ക് ഈ ഒരു ഗ്യാസ് വൃത്തിയായി ഇരുന്നില്ലെങ്കിൽ എന്തോ ഒരു ഇതുപോലെ തോന്നും. എനിക്ക് എപ്പോഴും ഈ ചെറിയൊരു തിട്ടാണ് എൻ്റെ വന്നിട്ട്. അതുപോലെ ഒരു ചെറിയൊരു ഗ്യാസാണ്. അപ്പോൾ ഇത് എപ്പോഴും വൃത്തിയായിരിക്കുമ്പോൾ തന്നെ എത്ര വയ്യെങ്കിലും ഞാൻ ഈ ഒരു ഗ്യാസും അതുപോലെ തന്നെ ഈ അടുപ്പത്തിട്ടും വൃത്തിയാക്കി വെക്കും. ഗ്യാസ് വൃത്തിയായി ഇരുന്നിട്ടില്ലെങ്കിൽ അടുക്കളയ്ക്ക് വരാനേ തോന്നില്ല. പിന്നെ ഞാൻ വേഗം പോയി കുളിയെല്ലാം കഴിഞ്ഞ് ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാനിരുന്നു. രാവിലത്തെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, ഗ്രീൻ പീസ് കറി, പിന്നെ ഇത് മുളക് ചുട്ടരച്ച ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ കാരമീൻ വറുത്ത 2 പീസ്, പിന്നെ കാന്താരി മുളക് വറുത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ.